ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെലിവറി ബോയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഫുഡ് കുഴിച്ചു മൂടുകയാണ് ഗൗതം. ആ സമയം കവിത ഗൗതമിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗൗതം ഡെലിവറി ബോയുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിയതും അതൊരിടത്ത് കുഴിച്ചു മൂടിയതും എല്ലാം കൽപ്പനയോട് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ കൽപ്പനയ്ക്ക് വലിയ സന്തോഷമാവുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗതമിനോട് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അതേസമയം എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും ഗൗതം തിരിച്ചവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ പരമേശ്വരൻ പറയും, ആയത് വിളമ്പാൻ പറയാ ഇനി പ്രിയങ്ക മോളോട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിലേ നമ്മൾ തമ്മിലല്ലേ, അത് സാരമൊന്നുമില്ല. അപ്പോൾ കൽപ്പന പറയും, എന്നാൽ നമുക്ക് ഇലയിടാമെന്ന് പറഞ്ഞിട്ട് കൽപ്പന ഉർവശിയും കൂട്ടിക്കൊണ്ട് പോയിട്ട് എല്ലാവർക്കും ഇലയിടുകയാണ്. അപ്പോൾ മുത്തശ്ശി അടുക്കളവത്തിൽ തട്ടിയിട്ട് പ്രിയങ്കയോട് ചോദിക്കും, മോളെ എല്ലാം തയ്യാറായോ? ഞങ്ങളൊക്കെ കഴിക്കാനിരിക്കുകയാണ്, മോളൊന്ന് വാതിൽ തുറക്ക്. അപ്പോൾ പ്രിയങ്ക വാതിൽ തുറന്ന് എല്ലാവർക്കുള്ള വിഭവങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ കൽപ്പനയും ഗൗതവും ഒന്ന് ഞെട്ടുകയാണ്. പിന്നെ എല്ലാവരും കൂടെ സദ്യ കഴിക്കുകയാണ്. കറികൾ കഴിച്ചു നോക്കിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയാണ് കേട്ടോ. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഞെട്ടിയിരിക്കുകയാണ് കൽപ്പന. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് പ്രിയങ്ക മനസ്സിൽ ഓർക്കുകയാണ്. ഡെലിവറി ബോയെ കാണാത്തത് കൊണ്ട് പ്രിയങ്ക ഹോട്ടലിലേക്ക് ഫോൺ വിളിച്ചിട്ട് എന്താണ് പാഴ്സൽ വരാത്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹോട്ടലുടമ പറയും, ഫുഡ് മാഡത്തിൻ്റെ ഹസ്ബൻഡ് വന്ന് വാങ്ങിക്കൊണ്ട് പോയല്ലോ. ഇത് കേൾക്കുമ്പോൾ പ്രിയങ്ക ഒന്ന് ഞെട്ടാണ്. എന്നാൽ ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പ്രിയങ്ക ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ്, ഫോൺ കട്ട് ചെയ്ത് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കൽപ്പന ഗൗതമിനോട് ഫോണിൽ സംസാരിച്ചത് അവരിൽ കേൾക്കുന്നത്. അപ്പോൾ പ്രിയങ്കയ്ക്ക് ഫുഡ് ഇനി വരില്ല എന്ന കാര്യം മനസ്സിലായിട്ടോ. ആ ഫുഡ് വാങ്ങിക്കൊണ്ടുപോയത് ഗൗതമാണെന്നും പ്രിയങ്കയ്ക്ക് മനസ്സിലായി. ഇത് കാണുമ്പോൾ പ്രിയങ്ക വിചാരിക്കും, എല്ലാവരും കൂടെ എന്നെ കരുതി കൂട്ടി ചതിച്ചതാണ്. ഇവരുടെ മുമ്പിൽ ഇപ്പോൾ തോറ്റു കൊടുത്താൽ ഇനി എനിക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. എന്നിട്ട് യശോദയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയാണ് കേട്ടോ. അപ്പോൾ യശോദ പറയും, എന്നാൽ സംഭവിച്ചതെല്ലാം നിനക്ക് അവരോട് പറഞ്ഞാൽ പോരെ? അപ്പോൾ പ്രിയങ്ക പറയും, അത് പറ്റില്ലമ്മേ, ഏട്ടത്തിയും ചെറിയമ്മയൊക്കെ എന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. അവരുടെ മുമ്പിൽ നാണം കെട്ടാൽ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു മാർഗം പറ. യശോദ ഫോൺ സ്പീക്കറിലിട്ടത് കാരണം പ്രിയങ്ക പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, മോള് പേടിക്കണ്ട, അവിടെ ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണവും ഇവിടെയും ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞങ്ങളിവിടെ എത്തിക്കാം. അപ്പോൾ പ്രിയങ്ക പറയും, എന്നാൽ മോള് ഫോൺ വെച്ചോ, ഭക്ഷണം ഇപ്പം എത്തിക്കാം. ഇത് കേൾക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് സമാധാനമാവാണ് കേട്ടോ. പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മുത്തശ്ശി അവിടെ ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും രാധികയുടെ കയ്യിൽ കണിമംഗലത്തിലേക്ക് കൊടുത്തു വിടുകയാണ്. അങ്ങനെ രാധിക എല്ലാം കൊണ്ടുപോയിട്ട് ആരും അറിയാതെ പ്രിയങ്കയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പ്രിയങ്ക പറയും, ഈ പാത്രങ്ങളൊക്കെ തിരിച്ചു കൊണ്ട് പോകണം ചേച്ചി, വേറെ പാത്രങ്ങൾ ഇവിടെ കണ്ട അവർ സംശയിക്കും. ചേച്ചി ഇവിടെ തന്നെ എവിടെയെങ്കിലും അറിഞ്ഞു നിന്നാൽ മതി, അകത്തേക്കൊന്നും വരണ്ട. ഇവിടെ ആരെങ്കിലും ചേച്ചിയെ കണ്ടാലേ എൻ്റെ സ്വഭാവം മാറും, ഇവിടുന്ന് വേഗം മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ആ ഫുഡെല്ലാം എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അങ്ങനെയാണ് പ്രിയങ്ക ആ സദ്യ എല്ലാവർക്കും വിളമ്പിയത് കേട്ടോ. ആ സമയം മറഞ്ഞു നിന്ന് വരുൺ സദ്യ കഴിക്കുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് രാധിക. അങ്ങനെയാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നത്തെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് വരുൺ രാധികയെ കണിമംഗലത്ത് വെച്ച് കാണുന്നതാണ്. പതിവ് പോലെ രാധിക അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. സദ്യ കൊണ്ടുവന്നത് രാധികയാണെന്ന സത്യം വരുൺ തിരിച്ചറിയുമോ എന്ന് നമുക്ക് വരാൻ പോകുന്ന എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.